സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ 10 സെക്കൻഡ് അവിടുന്ന് എണ്ണി. എന്തോന്ന് ഈ കളിക്ക് ഞാൻ ഇല്ലറങ്ങി. എന്തോന്നത്? എടി നീ അവിടെ 10 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തോന്നുന്നു അതിന്റെ അമ്മ ഇത് സ്റ്റാർട്ട് ആയില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടല്ലോ. ഇത് സ്റ്റാർട്ട് ആവുമ്പോ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞില്ലേ അതെങ്ങനെയെന്ന്. ഞാൻ എങ്ങനെ അവിടുന്ന് കേൾക്കുന്നു? ഞാൻ ഒളിച്ചിരിക്കല്ലേ. എന്ത് കഷ്ടാതമ്മ ഒരു കാൽക്കുലേഷനിൽ വരണം. അതൊരു 3 സെക്കൻഡ്. എത്ര സെക്കൻഡ് അടി അത് സ്റ്റാർട്ട് ആവും? എത്ര സെക്കൻഡ്? പിന്നെ ഒരു 3 സെക്കൻഡ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് അമ്മ കയറി വന്നു. ഞാൻ 10 കൗണ്ട് ചെയ്തപ്പോ വന്നു. ഒന്നുകൂടെ ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. വൺസ് മോർ. ശരി, ഈ ഒരു വട്ടം കൂടെ ഉള്ളു ഞാൻ. ഓക്കെ. ചിരിക്ക് മര്യാദക്കല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടാ. അമ്മ ഞാൻ ഇല്ല. പിടി, ഞാൻ ഇല്ല കളിക്കാം. എന്തോന്നിരിക്കും? ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞ അപ്പച്ചയെ കൊണ്ട് ജയിപ്പിച്ചാൽ മതി. എന്തോന്നടി പ്രശ്നം? ഞാനിപ്പോ ചെയ്തതിൽ എന്ത്? നിങ്ങൾ പറഞ്ഞതുപോലെ കൗണ്ട് ചെയ്തിട്ട് ഞാൻ വന്നു. പറഞ്ഞതല്ലേ ഞാൻ ചെയ്തത്. എന്തോന്നത്? ഇങ്ങനെയല്ല അത്. പിന്നെ എങ്ങനെ? സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വരാൻ. സ്റ്റാർട്ട് ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ 10 സെക്കൻഡ് അടിച്ച് നിന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ടൈം ക്ലോക്ക് വരെ നോക്കി. അമ്മ അങ്ങനെയല്ല. ഇത് ഇവിടെ സ്റ്റാർട്ട് ഓണായി കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് എണ്ണീറ്റ് വേണം വരാൻ. എത്ര വട്ടം പറഞ്ഞു അമ്മ? അമ്മയ്ക്ക് ഇത്രയ്ക്ക് ബോധം ഇല്ലേ? ഡേഡേ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഞാനേ പണ്ട് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നേടി. കലാതിലകമായിരുന്നു ഞാൻ, അറിയോ? പാട്ടും ഡാൻസും മോണാക്ടും മിമിക്രിയും നാടകത്തിനെ നല്ല നടിക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്തോന്ന് അവാർഡ്? ടിഫിൻ ബോക്സ്. എടേ അത് പണ്ടത്തെ നാഷണൽ അവാർഡിന്റെ സമയമാണ് അന്ന് ടിഫിൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞ. ബാക്കി എല്ലാവർക്കും സോപ്പ് പൊട്ടിയാണ് കൊടുക്കണേ. എടി നീ ഒന്നും മിണ്ടാതിരി, നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഈയിടെ എനിക്ക് പറ്റൂലേ. എടേ നിങ്ങളുടെ ടൈമിംഗ് ആണ് തെറ്റുന്നത്, അതാണ് പ്രശ്നം. ഇനിയിപ്പോ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ല. എനിക്ക് പറ്റൂല. അമ്മ ഇത് പിടിച്ചിട്ട് ഇവിടെ അമ്മയെ നിർത്തിട്ട് നീ ചെയ്തോ. ഞാൻ പോ. വാ നമുക്ക് ചെയ്യാം. നീ ചെയ്യും. അല്ല, തെറ്റെനിക്കാ പറ്റിയത്. ടൈമിംഗ് ഇല്ലാത്ത അമ്മയെ പിടിച്ച് ഞാൻ ഇവിടെ നിർത്തിയേന്. ഞാൻ പോണു. കൈ വളരണോ കാല് വളരണോ എന്ന് പറഞ്ഞ് നോക്കി വളർത്തി. ഓരോ അടി വയ്ക്കുമ്പോഴും കൂടെ നടന്ന് പിടിച്ച് നടന്ന് നമ്മള് ഇത്രയും കാലം നോക്കിയപ്പോ അമ്മ അമ്മന്ന്. അവസാനം വലിയ തലമുതിർന്നപ്പോ അമ്മയെ പുച്ഛം. അമ്മയ്ക്ക് കഴിവില്ല. എന്തോന്ന് പിള്ളേരിത്. നമ്മൾ ചെയ്യണതെല്ലാം കുറ്റം. ഇപ്പൊ പിള്ളമാരൊക്കെ ബോധിക്കാൻ ഇപ്പൊ നമ്മൾ വേറെ അമ്മയെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും. വരൂല്ല. മണിക്കുട്ടിയേ, പിള്ളേരെന്തേടി? എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? എവിടെ പോയി പിള്ളേര്? എനിക്ക് എങ്ങനെ അറിയാം? മണിക്കുട്ടി, പിള്ളേരെവിടെ പോയി? എനിക്ക് എങ്ങനെ അറിയാം? അവരകത്തെവിടെയെങ്കിലും കാണുമായിരിക്കും. അകത്തെവിടെയെങ്കിലും കാണുമോ? എന്ത് മക്കളുമായിട്ട് അടിപിടിയായോ? വഴക്കായോ? അല്ലെങ്കിലും പിള്ളേര് വലുതാകുമ്പോ താനെന്ന് വിളിക്കണോന്നാണല്ലോ. അതങ്ങനെയല്ല. തന്നോളം എത്തിക്കഴിഞ്ഞാൽ താനെന്ന് ചൊല്ലണം. അതൊരു ചൊല്ലാണ്. എന്നെ ചൊല്ലു പഠിപ്പിക്കാനാണ് ഇപ്പൊ വൈകുന്നേരം ഓടിപ്പടഞ്ഞെത്തിയത്. എന്തോന്ന് മണി, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. നീ ഈ പിള്ളേരുമായിട്ട് വഴക്കടിച്ചതിന് എന്നോടാണോ മണി ദേഷ്യപ്പെടേണ്ടത്? ഞാനിപ്പോ രവിയേട്ടനോട് ദേഷ്യപ്പെട്ടെ ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് വിഷമം വന്നാൽ ഞാൻ വേറെ ആരോട് പറയണം? അല്ല, നിനക്ക് ഇപ്പൊ ഇത്ര വിഷമമുണ്ടോ? കാര്യം എന്തുണ്ടായി? ഒന്നും പറയണ്ട. എന്തു പറ്റി? അവളുമാര് വല്ല തർക്കുത്തരം പറഞ്ഞ? തർക്കുത്തരം പറഞ്ഞ കവിളിൽ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇത് അതൊന്നും അല്ല. പിന്നെ പിള്ളേർക്കേ ഇപ്പൊ ഒരു വിലയില്ല എന്നെ. എന്ത്? എനിക്കൊന്നും മനസ്സിൽ നീ തെളിച്ച് പറ. അവളുമാരെ എന്നെ നിർത്തി അങ്ങ് അപമാനിച്ചു. അപമാനിച്ച? എങ്ങനെ? ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇല്ലേ, അത് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടൊന്ന് പിടിച്ചു നിർത്തി. എന്നിട്ട് ദൈവമേ, ഇനി പറയാൻ കുറ്റമൊന്നുമില്ല. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഒന്നുമില്ല. ഇപ്പൊ നമുക്കേ കഴിവില്ലാത്തവളായി. ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ, അഭിനയിക്കാൻ അറിഞ്ഞൂടാ, പാട്ട് പാടാൻ അറിഞ്ഞൂടാ. നമ്മള് എന്താ പറയാ, വേസ്റ്റ് ആണെന്ന്. എന്റെ മണിക്കുട്ടി, ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ കാര്യങ്ങളല്ലേ. ഇതിലൊക്കെ കയറി നീ ഇങ്ങനെ തലയിടേണ്ട കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരെ കാര്യോ? എന്റെ അപ്പൂപ്പനാവാൻ പ്രായമുള്ളവര് വരെ അവിടെ റൊമാൻറ്റിക് പാട്ടൊക്കെ വെച്ച് അഭിനയിച്ചത് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീയും അഭിനയിക്ക്. അവളുമാര് സമ്മതിക്കണ്ടേ നമ്മൾ ചെയ്തു കഴിഞ്ഞാ? അതിനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം. അവളുമാരെക്കാളും ലുക്ക് എനിക്കാണല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ വീഡിയോ വരുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ റീച്ച് വരും, ഫോളോവേഴ്സ് കൂടുതൽ വരും, ലൈക്ക് കിട്ടും. അപ്പൊ അവർക്ക് അസൂയ. സിമ്പിൾ. എന്തോന്ന് മണി. പക്ഷേ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാനേ
പുലിതട വീട്ടിൽ മണിക്കുട്ടിയെ വേറെ ജനിക്കണം. എനിക്കറിയാം എന്തോന്നാണ് ചെയ്യേണ്ടതെന്ന്. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? ഞാനേ ആ, എന്റെ സ്വന്തം ഫോണില് ആ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ റീൽസ് ഒക്കെ ഉണ്ടാക്കി ഇടാൻ പോവാണ്. നോക്കിക്കോ എന്നാ എങ്ങനെയാ പിന്നെ അങ്ങനെ ചെയ്യും. അത് തന്നെ. എന്നാ പിന്നെ നീ അങ്ങനെ ചെയ്യ. അത് തന്നെ. അവളുമാർക്കാൾ സൗന്ദര്യം നിനക്കല്ലേ ഉള്ളത്. ആണ്. സംശയം ഉണ്ടോ? പിന്നെ ചെയ്യ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ല, ഒരു സംശയമില്ല. ഏ? ഇല്ല, നീ അല്ല. ഒരു കാര്യം ഞാൻ പറയാം. റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടെ നിങ്ങളും വരണം. ഞാനാ? എന്തോന്ന് മണി? പിന്നെ നിങ്ങളല്ലാതെ കൂടെ റീൽസ് ചെയ്യാൻ വേറെ ആളെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ നിങ്ങളല്ലേ എന്റെ ഭർത്താവ്, നിങ്ങൾ ചെയ്യണം. ഓക്കെ. അതെ, ഇവിടെ ഒരു ചായ കിട്ടൂ? നോ ചായ, ഓൺലി റീൽസ്. ഫോളോ മീ. എന്റെ ദൈവമേ, ഇവൾക്ക് ഇത് എന്ത് പറ്റി? വൈപ്പും തുറന്നിട്ടിട്ട് അവള് പോയി. ഓക്കെ. നെയിം മണിക്കുട്ടി, ജെൻഡർ ഫീമെയിൽ. അയ്യേ, മണിക്കുട്ടി എന്നൊന്നും വെക്കേണ്ട പേര്. പിന്നെ പേര് വെക്കണം. എന്നാ ശാരദ മണി എന്ന് വെക്കാം. എന്റെ സർട്ടിഫിക്കറ്റിൽ മാത്രമുള്ള പേര് വെക്കാനാ? അതൊന്നും വേണ്ട. അതെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേരിടുമ്പോ നല്ല ഗുമ്മുള്ള പേര് വേണം. പിള്ളേരെ പേരൊക്കെ കണ്ടിട്ടില്ലേ? റാവിഷിംഗ് റിങ്കി, ഒരുത്തി സ്മൈലിംഗ് ബ്യൂട്ടി. അപ്പൊ അതുപോലെ ക്യാച്ചി ആയിട്ടുള്ളൊരു പേര് വേണ്ടേ? എടി, അതൊക്കെ കൊച്ചു പിള്ളേരല്ലേ. ഈ പ്രായം കുറഞ്ഞവര് വെക്കുന്ന പോലെയാണോ നീ? ഹലോ, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ഞാനും കൊച്ചുകുട്ടിയൊക്കെ തന്നെ. എനിക്ക് അറിഞ്ഞൂടല്ലോ നിന്റെ പ്രായം. എന്തോന്ന് പേരിടും? എന്നാ പറ, എന്തായാലും പേര് വെക്കണമെങ്കിൽ. അതെ, ഞെട്ടരുത്. മണി ദ മാസ് ഇട്. അത് ഇരിക്കട്ടെ. വേണം മണി. അത് വേണം മണി. അതെ, ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കും അറിയാം, അവളുമാർ അറിയട്ടെ. അതെ, ഞാൻ അവളുമാരായിട്ട് കോമ്പറ്റീഷന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന പ്രൊഫൈലാ. നിങ്ങൾ അത് മതി. ആ പേര് മതി. ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ശരിയല്ലേ? ചെയ്തേ പറ്റൂ. മണി ദ മാസ് ഇരിക്കട്ടെ. ഗുമ്മിനൊരു കുറവും വേണ്ട. നമ്മളോടാ കളി. അവസാനം അവളുമാര് നോക്കിയോ? ഒന്നുമില്ല. മതിയോ? പൊളി പവർ. ഈ ഫോട്ടോ മതിയല്ലോ. ഇപ്പൊ തൽക്കാലം ഇട്. നമുക്ക് വേറെ ഫോട്ടോ പിന്നെ ഇടാം. ഇപ്പൊ തൽക്കാലം ഇട്. ഞാൻ ഫോട്ടോ ദിവസവും എടുത്തെടുത്ത് ഈശ്വരാ മൊത്തത്തിൽ മിന്നിച്ചേക്കണേ. ചേച്ചി, മണി ദ മാസ് ഫോളോയിങ് യു. മണി ദ മാസ് ഫോളോയിങ്. അതാര്? ആ, എനിക്കും വന്നല്ലോ. എന്നാ പ്രൊഫൈൽ എടുത്ത് നോക്കിട്ട് നോക്കട്ടെ. അമ്മേ, അമ്മേ, ഇത് അമ്മ. അമ്മ. ഛേ, നിനക്ക് വന്നാ? ഈ എന്തോന്ന് പ്രൊഫൈൽ പിക്കട് ചെയ്ത്? എന്തുവാടി ഇത്? എടി, അമ്മ പേജൊക്കെ തുടങ്ങിയ? കൂടിപ്പോയ 3 ദിവസേ കാണുള്ളൂ ഈ ചാട്ടമൊക്കെ. നേരത്തെ റീൽസ് ചെയ്തിട്ട് നമ്മൾ കളിയാക്കി വിട്ടില്ലേ, അതിന്റെ തീർക്കുന്നതാണ്. പക്ഷേ എന്നാലും നാണക്കേട് എന്ന്. ഞാൻ മിമിക്രി ചെയ്യാനാണോ പറഞ്ഞത്? നീ ആദ്യം ഫോൺ ഇങ്ങനെ വെച്ചേ, ചരിച്ചു പിടിച്ചേ. ഇങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ പിടിച്ച് വേണം എടുക്കാൻ. അതൊന്നും അറിഞ്ഞുവിടില്ലേ? ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഇപ്പൊ പഠിച്ചു വെച്ചതാണ്. ഞാനിപ്പോ പതുക്കെ ഇങ്ങനെ കറങ്ങും കേട്ടോ. അപ്പൊ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കിയാ മതി, സ്നേഹത്തോടെ നോക്കും പോലെ. ഓക്കെ? ഏറ്റുമണി ഇന്ന് അവളുമാര് കാണണം. റെഡി? എന്തോന്ന് ഇവിടെ? എന്തോ എന്തോന്ന് കാണിക്കണേ? ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടി അമ്മ പുതിയ റീൽസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ മിസ്സിസ് മണിക്കുട്ടി? നിങ്ങളെ തോപ്പിക്കാൻ ഞാൻ നിങ്ങളുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ലീഗിൽ നിങ്ങളൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിന്നൊരു കോമ്പറ്റീഷൻ വേണം നിങ്ങളുമായിട്ട്. പിള്ളേര് അത് തന്നെ. എന്തോന്ന് അച്ഛൻ ഇതിന് കൂട്ടി വെക്കുകയാണ്? നാണക്കേട്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വേണ്ട എന്ത് വിചാരിക്കും? എന്തോന്ന് വിചാരിക്കേ? എടി, നീ ഒന്നും മിണ്ടാതിരി. കൂടിപ്പോയ ഒരു 25-30 ഫോളോവേഴ്സേ എന്റെ അമ്മയ്ക്ക് ഉള്ളൂ. ആര് കാണാൻ? ആ ശരിയാണ്. ഇതിന്റെ പേരെന്താന്നറിയോ? അസൂയ. പ്യുവർ അസൂയ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസൂയ. അത് തന്നെ. നിങ്ങൾക്ക് എന്തിനാ അസൂയ? അതെ, നിന്റെ സൗന്ദര്യം കിട്ടിയിട്ടില്ല, അതാണ്. എടി, നിനക്കൊന്നും ഈ മണിയെ പറ്റി അറിഞ്ഞൂടാ. അറിയാമോ, പഴയ കലാതിലകമാണ് ഈ നിക്കണേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും. അച്ഛാ, പണ്ട് തറവാട്ടിൽ ആന ഉണ്ടെന്നും കരുതി ഇപ്പൊ തോട്ടിയുമായി നടക്കുന്ന വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ഞാൻ ആനയാണെന്ന്. ബോഡി ഷേമിങ് ഇതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട മണി. ഇവളുമാരെന്തെങ്കിലും പറയട്ടെ, നമ്മളതൊന്നും കരുതണ്ട. നിന്റെ കൂടെ ഞാൻ ഉണ്ട്, ഈ രവിയേട്ടുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കണം, ഒളിച്ചു കൊടുക്കാം. ഇത് മാത്രം കേട്ടാ മതി. ഭർത്താവിന്റെ സപ്പോർട്ടുള്ള ഭാര്യക്ക് ലോകത്തിന് സുനാമി വന്നാലും ഒന്നിനും പേടിയല്ല. ശരിയാ, സുനാമി എന്നാ പേടിക്കണം. രണ്ടൊരു കണക്ക് ഒലിച്ചു വെക്കോ. അല്ലെങ്കിൽ തന്നെ ഇതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല.
അത് ഞാൻ കാണിച്ചു തരും എപ്പാ വെയിറ്റ് ആൻഡ് സീ വരുന്നുണ്ടോ ഓ വരുന്നു അതെ വെയിറ്റ് ആൻഡ് സീ കൊള്ളാം കാണിച്ചു തരാം അതെ ഞാൻ ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം മണി ബേബി എന്റെ ദൈവമേ പാട്ടാണ് ഏത് ചക്കിക്കൊത്തൊരു ചങ്കരൻ ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി വാലുമടക്കി കിട്ടിയ പെണ്ണിന് കാല് തിരുമ്പും കിങ്കരൻ. അമ്മ ഇവിടെയൊന്നും ഇല്ല. ഇവിടെ ഒന്നും തിന്നില്ലേ കാലി വെള്ളം പോലും ഇല്ലേ? ഒന്നുമില്ല ഇവിടെ. ഇങ്ങനെ വരും ഓക്കെ 1 2 3 4 1 2 3 4 ഇപ്പൊ എടുക്കണ്ട ഇത്രയാണ് വരുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം പ്രാക്ടീസ് ചെയ്ത പോലെ ഉണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാവുള്ളൂ ആ ഓക്കെ എന്തോടെ അവര് കാണിക്കുന്നേ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു. റെഡി ഓക്കെ ഓക്കെ കുറച്ച് പാടിക്കട്ടെ പേര് 1 പോട്ട് അച്ഛ ഇതെന്ത് കണ്ടിട്ട് എനിക്ക് വിശക്കുന്ന ചേച്ചി ഓ ഇത് അതിനേക്കാളും കഷ്ടം. ഇത് വിശക്കുന്ന പറഞ്ഞ ഇത്ര തെറ്റാ ഞാൻ പോയി അമ്മയോട് ചോദിക്കാൻ പോണം എനിക്ക് വിശക്കും ഫീൽഡായി നല്ല രീതി ചെയ്ത് വന്നതാണ് അതിനിടയ്ക്ക് കാണിച്ച വേല ഉണ്ടോ എന്താണ് പിള്ളേരെ ഒരു സെൻസ് ഇല്ലാത്ത പോലെ കാണിക്കുന്നേ റീൽസ് എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നടക്കാറി വരുന്ന ഫീൽഡ് അല്ലേ എനിക്ക് വിശക്കുന്നമ്മ അതിന് ഞാൻ എന്തോ വേണം എന്തോ അമ്മ പറയണ അവക്ക് വിശക്കുന്നെന്ന് കൊച്ചിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. ഉണ്ടാക്കി കൊടുക്കാനാ ഇത്ര പ്രായമായി ഉണ്ടാക്കി കഴിക്കാൻ അറിഞ്ഞൂടെ ഇങ്ങോട്ട് പോ മണി നീ കാര്യമായിട്ട് ചെയ്യ് മാറില്ല മാറു ചലഞ്ച് ചെയ്യല് ക്ലിയർ ചെയ്യൂ ഫീൽഡ് ക്ലിയർ ചെയ്യൂ മണി ശബ്ദം ഉണ്ടാക്കുക നോയ്സ് ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ ആക്ഷൻ ഇനി നിനക്ക് വിശക്കില്ലേ? ഇത് ഞാൻ നമുക്ക് ഉണ്ടാക്കി edit തരാം. ചെയ്തിട്ട് ബ്രെഡ് ടോസ്റ്റ് load ചെയ്യാം. ഈ സ്റ്റെപ്പ് കണ്ട പൊളിച്ചു മണി കൊച്ചും കൂടെ ഒന്നും ഇങ്ങനെ ആവായിരുന്നല്ലേ അടുത്തതിൽ എടുക്കാം ഈ ഉണക്ക ബ്രെഡ് തിന്നാനാണല്ലോ എന്റെ വീതി എടി ഇതെങ്കിലും കിട്ടിയില്ലേ എടുത്ത് കഴുകി. അല്ല ഫുഡ് വീഡിയോ കണ്ടിരുന്ന് തിന്നാം ചേച്ചി ഇത് നോക്ക് ചേച്ചി അമ്മ എന്തോന്ന് കാണിക്കണേ കോമഡി തന്നെ കോമഡി അല്ല നീ ആ ലൈക്സും വ്യൂസും നോക്കിയേ. ദൈവമേ 230Kയോ 25K ഫോളോവേഴ്സ്. ഇതെന്തോന്ന് ചേച്ചി ഇന്നലെ അക്കൗണ്ട് തുടങ്ങിയേ ഇത്ര പെട്ടെന്ന് എങ്ങനെ? ഈശ്വര ഒരു വർഷം മുമ്പ് അക്കൗണ്ട് തുടങ്ങി എനിക്ക് പോലും ഇല്ല ഇത്രയും ഫോളോവേഴ്സ് ആ കൂടെ 1200 ഫോളോവേഴ്സും 200 ലൈക്കും അച്ഛന്റെ അമ്മയുടെ വീഡിയോക്ക് 1 മില്യൺ വ്യൂസ്. ഈശ്വര ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് കൂടിയേ ഇവിടെ എന്റെ ജിം വീഡിയോ ഇട്ടിട്ട് പോലും എനിക്ക് ഇത്രയും വ്യൂസ് ഇല്ല. കൊണ്ടുപോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നീയാണ് ഈ ടൈമിംഗ് പോരാ അത് പോരാ ഇത് പോരാന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോ എന്റെ ഇതില് അക്കൗണ്ടിൽ എടുത്തിരുന്നെങ്കിൽ എനിക്ക് കയറിയ ഈ ഫോളോവേഴ്സും ലൈക്കൊക്കെ. ഞാൻ വല്ല പറഞ്ഞ ഇതിപ്പോ ഇങ്ങനെ ആവൂന്ന് ചേച്ചി ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു ഐഡിയ കാണുന്നുള്ളൂ നമുക്ക് നൈസായിട്ട് ചെന്ന് അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് റീൽസ് ചെയ്യാം അമ്മയുടെ കൂടെ എന്നിട്ട് അമ്മയെ കൊണ്ട് ടാഗ് ചെയ്യിപ്പിക്കാം നമ്മുടെ അക്കൗണ്ട് അപ്പൊ ഇപ്പൊ റീച്ച് കിട്ടിയാലോ അതിന് അമ്മ സമ്മതിക്കൂ? അതൊക്കെ സമ്മതിക്കും നമ്മൾ അമ്മയുടെ സ്വന്തം മക്കളല്ലേ സമ്മതിക്കാതിരിക്കില്ല എന്ത് പറയുന്നു എന്നാ പോയി സോപ്പിടാം. മണിക്കുട്ടി എനിക്ക് ഇപ്പോഴാണ് സത്യത്തിൽ നിന്നെ പറ്റി അഭിമാനം തോന്നുന്നത്. ഇത്രയും കാലം ഇല്ലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ അതങ്ങ് ഇരട്ടിയായി മണി ഇരട്ടിയായി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് നാം പൊളിക്കണം അമ്മ. അതെ റീൽസ് ഒക്കെ ഹിറ്റ് ആയല്ലേ? അതെ അതെ മാ നമുക്ക് റീൽസ് ഒക്കെ ചെയ്യണ്ടേ? പേയ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? പേയ്മെന്റ് പേയ്മെന്റ് അതെ
മണിത മാസ് ഇനി മുതൽ പേയ്മെന്റ് എടുത്തേ എന്ത് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞോളൂ. ഇപ്പഴേ ഒത്തിരി ആഡ്സ് ഒക്കെ വരുന്നുണ്ട്, നല്ല പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ തന്നെയാ പറഞ്ഞത്, മണി ഇനി പേയ്മെന്റ് എടുത്ത് മറ്റുള്ളവർക്ക് വീഡിയോ ചെയ്താൽ മതി. അയ്യോ അച്ഛാത് മറ്റുള്ളവർക്കല്ലേ, ഇത് ഞങ്ങള് മക്കളല്ലേ. മക്കളായാലും മരുമക്കളായാലും പേയ്മെന്റ് വാങ്ങിച്ചേ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. ബിസിനസ് ഇസ് ഓൾവേസ് ബിസിനസ്. ഹലോ, അതെ, ഐ എം രവീന്ദ്രനാഥ്, മണിത മാസ്. അതെ അതെ അതെ, ആ മണിത മാസിന്റെ ഹസ്ബൻഡ് കം മാനേജർ. യെസ് സ്പീക്കിംഗ്. പറഞ്ഞോളൂ. സിനിമയില്ല? അയ്യോ, സാറിന്റെ പടമൊക്കെ എല്ലാം ഹിറ്റല്ലേ. ഓ, എന്നത്തേക്കായിരിക്കും? ഓക്കെ, ഞാൻ മേഡമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നോ, നിങ്ങളൊരു 10 മിനിറ്റ് ഇനി ഇങ്ങോട്ട് വിളിക്കൂ. ഓക്കെ, ഇങ്ങോട്ട് വരുന്നോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. യു ആർ വെൽക്കം. യാ, ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു. മണി ഇപ്പൊ വിളിച്ച ആരെന്നറിയുമോ? മണിന്റെ സാറിന്റെ മാനേജർ, ഡയറക്ടർ. എന്തിന്? സിനിമയില് നിനക്ക് അവരുടെ അടുത്ത സിനിമയിൽ നിന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രധാന വേഷം ഒരു അമ്മ വേഷമാണ്. അയ്യേ, അമ്മ വേഷോ? എന്റെ മണിക്കുട്ടി അമ്മ വേഷമാണെങ്കിലും പ്രധാന വേഷമാണെന്ന്. അല്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂല, അറിഞ്ഞൂടാ. നിനക്ക് പറ്റും. എടി, അവരിപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്തിനറിയുമോ? നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ വേണം. അതല്ല, അമ്മയുടെ സിനിമയിൽ ആര് കൂടെ പോവും? ഞാൻ പോവും, ഈ രവീന്ദ്രൻ പോവും. അപ്പൊ ബാങ്കിലോ? ബാങ്കിലെ ഞാൻ ലീവ് എടുക്കും. അയ്യോ, അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ പാടില്ല. ഒരു ദിവസം പോലും ലീവ് എടുക്കാത്ത അച്ഛൻ ലീവ് എടുക്കാൻ പോകുന്ന? അതാണ്, അല്ലെങ്കിൽ ലീവ് എടുക്കണ്ട. ലീവ് എടുക്കാൻ പാടില്ല, അതാ ഞാൻ മണി, ഞാൻ ജോലി അങ്ങ് റിസൈൻ ചെയ്യാം. അതാണ് നല്ലത്. അതാവുമ്പോ എനിക്ക് ഫുൾ ടൈം മാനേജർ ആവും. കൂടെ ഞാൻ ഉണ്ട്. Good decision. ഇപ്പൊ തന്നെ രാംകുമാർ സാറിനെ വിളിച്ചു. ഹലോ സാർ. നമസ്കാരം സാർ. രവീന്ദ്രൻ സാർ, ഞാൻ ഇനി ഒരു ജോലിക്ക് പറഞ്ഞില്ല കേട്ടോ. ഇല്ല സാർ, ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. സാറേ, സോറി, ഐ എം വെരി ബിസി സാർ, സോറി. ഓക്കെ സാർ, ഞാൻ ഇനി മുന്നിൽ വരുന്നില്ല, ഞാൻ റിസൈൻ ചെയ്യാണ് സാർ. ഓക്കെ സാർ, സോറി. കഥ പറയാൻ വേണ്ടി ഇരിക്കുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ എന്തോന്നാ കാണിച്ചേ? അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ സിനിമയൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വരുന്നതാണ്. അത് എപ്പോഴും ഉണ്ടാവില്ലേ. അതാണ്. ഹലോ, ജോലി പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ പട്ടിണി നടന്ന് ചാവേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. யாரும் இல்லையா? യെസ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ, കുറച്ച് ബിസി ആയിരിക്കും. ഓക്കെ. வணக்கம் சார். நான் வந்து சென்னையிலேருந்து வருது. மணிரத்னம் சார் மேனேஜர், ப்ரொடக்ஷன் கண்ட்ரோலர். மேடம் இல்லையா சார்? மேடம் இருக்கு, உட்காருங்க. பரவாயில்ல சார், பரவாயில்ல. மேடத்தை கூப்பிடு சார். கூப்பிட என்ன பாத்துருக்க, போய் ஜூஸ் எடுத்துட்டு வா. பரவாயில்ல பரவாயில்ல, மேடத்தை கூப்பிட்டா போதும். எடுத்துட்டு வா. மணி தமாஸ், மணி ப்ளீஸ் கம். கடவுளே, பாப்பாப்பா, பிரமாதமா இருக்கு. சினிமா பார்த்தா அப்படி மாதிரி இருக்கு, தேவி மாதிரி இருக்கு. மணி சொல்லுங்க. மேடம், நான் சென்னையிலேருந்து வருது. மணிரத்னம் சார் மேனேஜரு, ப்ரொடக்ஷன் கண்ட்ரோலா இருக்கு. ஓகே. அவளோட படத்துக்கு உங்களோட டேட் வாங்க வந்தது. ஓகே. 30 days ஷூட் இருக்கு. 30 days. சொல்லுங்க. உங்களுக்கு 25 lakhs அட்வான்ஸ் கொடுக்கறதா என்ன அனுப்பி இருக்கு. ஓகே. செக்கா? செக் கொடுங்க. Manager, you can take it, okay? கொடுங்க. 25 lakhs இருக்கு சார். சைன் பண்ணு. அம்மா, யார் இந்த பசங்க? പക്കത്ത് വീട്ടു പസംഗ. അമ്മ, പേരും പ്രശസ്തിയൊക്കെ വന്നപ്പം സ്വന്തം മക്കളെ തള്ളി പറയണല്ലേ അമ്മ.
ദൈവമേ ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്തോന്നമ്മ എണീക്കേ ചേച്ചി അമ്മ സെലിബ്രിറ്റി ആയി ചേച്ചി സെലിബ്രേറ്റ് സെലിബ്രിറ്റി ആയി പഠിക്കാതെ ഇരുന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എണീരേ എന്തുവാണ് എന്ത് സ്വപ്നായിരുന്ന ദൈവമേ ഞാൻ വെറുതെ കരഞ്ഞു. ഇരുന്ന് പടിയുടെ അവിടെന്ന് അവളൊരു സ്വപ്നം പഠിക്കാതെ ബുക്ക് തുറന്നു വെച്ച് കിടന്ന് ഉറങ്ങിക്കോളും. ഞാൻ പേടിച്ചു ഞാൻ എന്തോ ശബ്ദം കേട്ടെ? എന്തോ പ്രശ്നം? അവളൊരു സ്വപ്നം കണ്ടത്. എന്തോ സ്വപ്നം? പ്രത്യേകിച്ചൊന്നുമില്ല സ്വപ്നം ചുമ്മാ ബുക്കും തുറന്നു വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു. എന്തോന്ന് പെണ്ണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണല്ലോ, പഠിക്കാൻ കയറി കഴിഞ്ഞാൽ ഉറക്കമാണല്ലോ. ആ ഒരു വക അനുസരിക്കത്തുമില്ല, പഠിക്കത്തുമില്ല, എപ്പോഴും കിടന്ന് ഉറക്കം. ഡേ, നീ എന്തോ റീൽസ് ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? വാ, ഞാൻ റെഡി. വെരി സോറി അമ്മ, അമ്മയ്ക്ക് ഒട്ടും ടൈമിംഗ് ഇല്ല. ഇനി എനിക്ക് വയ്യ. എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, നിന്റെ ഒന്നും ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഡേ, എന്റെ ഇൻസ്റ്റാഗ്രാമിലേ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി താ. അക്കൗണ്ട് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു. നീ അതിന്റെ അക്കൗണ്ട് സെറ്റിംഗ്സ് ഇട്ടു, പേരൊക്കെ ഇട്ട്. പേര് കണ്ടു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. കളിയാക്കല്ലേ? മണിത മാസം എന്നല്ലേ? എനിക്കെങ്ങനെ മനസ്സിലായി? ദൈവമേ ഞാൻ കണ്ട സ്വപ്നം ടൈം ലൂപ്പാ.